ചേട്ടാ നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഏത് നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം കളിക്കുന്നത് തീയുമായിട്ടാണ്. എന്റെ രാഗ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ കമന്റുകൾ ഞാനിപ്പോ കാണുന്നുണ്ട് കേട്ടോ. സത്യം പറയട്ടെ ചേട്ടാ, എന്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇത് ഇവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് എഴുതി വിടുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ പൂട്ടണം, സുപ്രീം കോടതിയെ മുട്ടുകുത്തിക്കണം, രാഹുൽ ജിയാണ് ഏക പ്രതീക്ഷ. പിന്നെ അന്ന് മനോരമ ചാനല് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു തലക്കെട്ട് എഴുതി വിട്ടല്ലോ, തീയാളി രാഹുൽ എന്ന്. 20 പേരായിരുന്നു, എന്തായാലും അടിപൊളിയാണ്. ഇപ്പോഴും ഞാൻ അതാണ് സ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്കും തീയാളി രാഹുൽ തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അണുബോംബ് വിട്ടല്ലോ, വലിയൊരു അലിഗേഷനും കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് അതിനെക്കുറിച്ച് ബേസിക്കലി പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക്, ഒരു നിഷ്പക്ഷന് തോന്നുന്നത് ഇയാളുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ആസ് യൂഷ്വൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അത് അതിഗംഭീരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സാധാരണ തെളിവുകളൊന്നും ഇല്ലാതെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ ഇത്തവണ അദ്ദേഹം ശക്തമായിട്ടുള്ള തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പല മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിൽ എഴുതി. ആ കുറിപ്പൊക്കെ ഞാൻ ബിജുചേട്ടൻ അയച്ചു തന്നിട്ടുണ്ടല്ലോ, ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു മണ്ടനാണ്, തെളിവുകളൊന്നും ഇല്ലാതെയായിരുന്നു ഇയാൾ ഇത്രയും കാലം ആരോപണം ഉന്നയിച്ചത്. അപ്പോഴും ഈ മാധ്യമ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവർ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോ രാഹുൽ ഗാന്ധി 2-3 പേപ്പർ ഉയർത്തി കാണിച്ചപ്പോൾ ഇവർക്ക് ആശ്വാസമായി. തെളിവുകളൊന്നും ഇല്ലാതെ ഇത്രയും നാൾ വന്നിരുന്നു, ഇപ്പൊ തെളിവുകൾ കൊണ്ടുവന്നല്ലോ, ആശ്വാസമായി എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പണ്ട് ഒരു തെളിവില്ലാതെയാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്, എന്നിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതെല്ലാം ഇങ്ങനെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ്. സ്വാഭാവികമായിട്ടും 60 കൊല്ലം നമ്മുടെ രാജ്യം ഭരിച്ചു മുടിച്ച് രാജ്യത്തെ ഒരു ഗതി ഒരു വഴിക്കാക്കിയെന്ന് ഞാൻ പറയുന്നത്, കക്കൂസ് പോലും കെട്ടിക്കൊടുക്കാത്ത ഒരു സർക്കാരാണ്. നമ്മൾ എങ്ങനെയാണ് അപ്പീടാ പൊക്കോണ്ടിരുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പോയി ചേട്ടാ. താങ്കൾക്ക് അറിയായിരിക്കും. കാരണം ഉത്തരേന്ത്യയിലൊന്നും വെളിക്കിരിക്കാനായിട്ട് സൗകര്യങ്ങളില്ല. സ്ത്രീകൾ രാത്രിയൊക്കെയാണ് ഈ വെളിം പ്രദേശത്തൊക്കെ പോയിരിക്കുന്നത്. അണലി ശല്യം അവിടെ ഭയങ്കര കൂടുതലാണ്. അത് കടിക്കും. ഈ അണലി എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയിൽ കറങ്ങി കടിക്കാൻ ശേഷിയുള്ള പാമ്പാണ്. അത് കടിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ മരണപ്പെട്ടുകൊണ്ടിരുന്നത്. പാമ്പ് കടിയിൽ ഇങ്ങനെയാണ് റെക്കോർഡ് ഉള്ളത്. ഇപ്പൊ അതൊക്കെ ഗണ്യമായിട്ട് കുറഞ്ഞു. കാരണം ഇപ്പൊ വീട്ടിൽ കക്കൂസ് കെട്ടി കൊടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലേക്ക് ഇപ്പം ഒരു വരൻ വീട്ടിൽ പെണ്ണാലോചിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ കക്കൂസ് ഇല്ലെങ്കിൽ പെണ്ണ് പറയും നോ, ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു ആ ലെവലിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരു 10 കൊല്ലത്തിൽ നരേന്ദ്രമോദി കൊണ്ടെത്തിച്ചു. അപ്പൊ ഈ 60 കൊല്ലം ഭരിച്ചു മുടിച്ചു എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ആസ്പെക്റ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. അത് തന്നെ നമുക്ക് മതി. കാരണം കക്കൂസ് ഇല്ലാത്ത ഒരു ജനതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ ഭരിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്തില്ലെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന 60 കൊല്ലം ആ സുഖ സൗകര്യത്തിൽ രമിച്ചുകൊണ്ടിരുന്ന ഈ ഒരു പാർട്ടി, അതായത് അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ 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 അച്ഛൻ, ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഭരിച്ച് ഒരു ദിവസം ഈ സുഖ സൗകര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോൾ ആർക്കായിരുന്നാലും വട്ടായി പോകുമെന്ന് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് വായിച്ചു. അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി, ഇവർക്ക് എപ്പോഴൊക്കെ ഇവർ അധികാരം കയ്യിൽ നിന്ന് പോകുന്നു, ഈ 60 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന പാർട്ടികൾക്കൊന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നുമില്ല. ഇവർ എപ്പോഴാണ് ഇവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു അപ്പോഴെല്ലാം ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവർ പറയുന്നത് ബാലറ്റ് പേപ്പറിൽ കൊണ്ടുവരണം വോട്ടിംഗ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ബാലറ്റ് പേപ്പർ ഫ്രോഡുകളെ കുറിച്ച്, ഇന്ത്യയിലെ ആ ഫ്രോഡുകളെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാലറ്റ് പേപ്പർ ഫ്രോഡ് നടത്തിയിരിക്കുന്നത് ഇവരാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് 1980, 1990, 1990കളുടെ തുടക്കത്തില്, 2000, 2010 ഇതൊക്കെ ബാലറ്റ് പേപ്പർ ഫ്രോഡുകളുടെ ഒരു എന്താ പറയുക, ഒരു വലിയ രീതിയിലുള്ള ഒരു തേരോട്ടമാണ്. 1957 തുടങ്ങി. ദ ഫസ്റ്റ് റെക്കോർഡഡ് ബൂത്ത് ക്യാപ്ചറിംഗ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് റിപ്പോർട്ടഡ് ഇൻസ്റ്റൻസസ് ഓഫ് ബൂത്ത് ക്യാപ്ചറിംഗ് occurred in 1957 at the റാഞ്ചിയാനി ബൂത്ത് ഇൻ ബെങ്കുസറൽ മതിഹാനി അസംബ്ലി സീറ്റ്. അതാണ് അവിടെ തുടങ്ങിയത്. 1980 കോൺഗ്രസ് ആൻഡ് ബൂത്ത് ക്യാപ്ചറിംഗ് ഇൻ ബീഹാർ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 2014 യൂത്ത് കോൺഗ്രസ് ഇന്റേണൽ ഇലക്ഷനിൽ ഉമാരി ഈ ബാലറ്റ് പേപ്പറിൽ തിരിമറി കാണിച്ചു. അതിനകത്ത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് ഇവരല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി അധികാരത്തിൽ കയറുമ്പോൾ ഉടനെ ഇവർ പറയും ഇവിടെ EVM അട്ടിമറിയാണ്, മറിച്ചതാണ്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നലെ രാഹുൽ ഗാന്ധി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു എഴുതിത്താന്ന് പറഞ്ഞു, അഫിഡവിറ്റിൽ എഴുതിത്താന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം
ഇതുണ്ടല്ലോ, എന്റെ പൊന്നു മക്കളെ, ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതാണ് എന്റെ അഫിഡവിറ്റ്, അതല്ലാതെ എനിക്കൊരു അഫിഡവിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത് ഉടായ്പ് കാണിക്കുമല്ലോ. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല. നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുന്നു, നിങ്ങളൊരു പ്രതിപക്ഷ നേതാവാണ്, നിങ്ങൾ എഴുതി തരൂ, എങ്കിലാണ് നമുക്ക് അന്വേഷിക്കാനുള്ളൂ. അതായത് ഉദാഹരണത്തിന് എന്നെ ഒരുത്തം പോക്കറ്റ് അടിച്ചു എന്ന് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്നു. അപ്പൊ പോലീസ് പറയുന്നൂടെ ഒരു പരാതി എഴുതിത്താ, നമുക്ക് കോടതി പോവാം, അന്വേഷിക്കാന്ന് പറയുമ്പോൾ ഞാൻ പറയും പരാതിയൊന്നുമില്ല, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? അതുപോലെ രാഹുൽ ഗാന്ധി ഉടായ്പ് കളിച്ച് നടക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ എന്താണ് ഇതൊക്കെ? അത്രയും എനിക്ക് ചോദിക്കാനുള്ള, എന്താണ് തീർച്ചയായിട്ടും ഇതൊക്കെ? ഇപ്പൊ ധനുഷ് ഇവിടെ വളരെ ഹാസ്യാത്മക, വളരെ ഇതായിട്ടാണ് പറഞ്ഞത് ഇപ്പൊ ഇതിനെ സംഭവം. പക്ഷെ അതെ ഞാൻ അതെ. അങ്ങനല്ല ഇതിനെ കാണുന്നത്. വളരെ ഗൗരവതരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതിനെ. ഉം. ഈ ട്രംപിന്റെ താരിഫുമായിട്ടോ ഇല്ല ട്രംപുമായിട്ടോ ഇതിന് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നവരെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അത് ശരി. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അണിയറയിൽ ഒരു വലിയ സംഭവം അല്ലെങ്കിൽ വലിയ ചില സമരങ്ങൾ ഒരുങ്ങിയിരുന്നു. അതായത് ട്രംപ് വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഈ രാജ്യത്തെ കർഷകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമര പരമ്പരകൾക്ക് തന്നെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അണിയറയിൽ ഒരുക്കം നടത്തിയിരുന്നു. മറ്റൊന്ന്, പുതിയതായിട്ട് ഈ സർക്കാരിനെതിരെയുള്ള വർദ്ധിത വീര്യത്തോടുകൂടി പോരാട്ടത്തിന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ അതിന് കോട്ടം തട്ടുമെന്നും കരുതിയിരുന്നു. പക്ഷെ ട്രംപുമായിട്ട് തെറ്റിയതോടുകൂടി തന്നെ ഈ അണിയറയിൽ ഒരുക്കി വെച്ചിരുന്ന ഫ്ലെക്സും ബാനറും കൊടികളുമൊക്കെ മാറ്റിപ്പിടിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപ് ഈ താരിഫിന്റെ ഒരു യുദ്ധം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന വാർത്തകൾ, ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നാഷണൽ മീഡിയാസിലല്ല, കേരളത്തിലടക്കം ഈ ഇടതുപക്ഷ പോക്കറ്റുകളിൽ ഇല്ലെങ്കിൽ BJP വിരുദ്ധ പാർട്ടികളും മാധ്യമങ്ങളും ശക്തമായ സ്റ്റേറ്റുകളെല്ലാം ഉയർന്നു വന്നിട്ടുള്ള ചില വാർത്തകൾ പരിശോധിക്കുക. മതപരിവർത്തനത്തിന്റെ പേരിലുള്ള സംഘർഷം, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് നിരന്തരം വാർത്തകൾ, നിരന്തരം ചർച്ചകൾ. മറ്റൊന്ന് നടക്കുന്നത് നക്സലുകളുടെ കൂട്ടമായി ഒതുക്കുന്നു. ആ ഒതുക്കുന്നിടത്തു നിന്ന് അർബൻ നക്സലുകൾ ഉൾപ്പെടെയുള്ളവർ തന്നെ പോരാട്ടത്തിൻ്റെതായ ഓരോ കഥകൾ, അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഇന്ത്യ തകരുന്നു. അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മലയാളത്തിലുള്ള ഈ പറയുന്ന മോദി വിരുദ്ധ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇന്ത്യ തകരുന്നു, ഇന്ത്യ തകരുന്നു, അമേരിക്ക ഇത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്ന ചില വാർത്തകളാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളൊരു ഡീപ് സ്റ്റേറ്റിന്റെ അപകടം മണക്കുന്നത്. കാരണം ഇതിന് രാജ്യത്തിനകത്തെ ആ സിസ്റ്റത്തിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ വല്ല കലാപം നടക്കുമോ എന്നൊരു സ്കോപ്പ്, ഇല്ലെങ്കിൽ ഇവിടുത്തെ സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്കുള്ള സ്കോപ്പ്, ഇത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഇതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത്. അതൊക്കെ അനവധി. കാരണം കർഷകർ ഒരു സമരത്തിന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ അതിനൊരു ഇപ്പോൾ ഒരു സ്കോപ്പ് നിലവിലില്ല. അപ്പോൾ അതുണ്ടാകുന്നില്ല. പകരം ഈ രാജ്യത്തിനെ ഒന്ന് അസ്ഥിരപ്പെടുത്താനായിട്ട് വലിയ ഭൂകമ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം, അതായത് വലിയ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചെടുക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ ചില മീഡിയാസുകളും ചില കാര്യങ്ങളും ചില പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു കാര്യം. അതിന്റെ ഭാഗമായിട്ട് തന്നെ കാണാം. വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സോറോസിന്റെ ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും ഉൾപ്പെടെയുള്ള ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, NGO-കളുണ്ട്, മറ്റു ചില സംഘടനകളുണ്ട്, മതത്തിന്റെ പേരിലുള്ള സംഘടനകളുണ്ട്, അങ്ങനെ അനവധിയുണ്ട്. ഈ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഈ ആരോപണത്തിന്റെ പിന്നിലാണ് നിരന്തരം നോക്കിക്കോളൂ നിങ്ങൾ, ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരുണ്ട്. ഇതൊക്കെ നിരന്തരം പറയുക, അതായത് ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുക, ഇതിങ്ങനെയാണ് എന്ന് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാജ്യം ജനാധിപത്യപരമായ ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ആർക്കും പരാതിപ്പെടാം. ഒരു ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 24 മണിക്കൂറിനകം പരാതിപ്പെടണം എന്നുള്ളതാണ് കണക്ക്. ഇനി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം അതിന് പരാതിപ്പെടാം എന്നുള്ളതാണ് 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം. ആ ഇതിന് പോകാതെ, അതായത് ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് ബാംഗ്ലൂരിലാണ് ഒരു റാലി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായി പറയുന്നത് ബാംഗ്ലൂർ സെൻട്രലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ വിചിത്രമായ കാര്യം, 2009 മുതൽ അവിടെ BJP ആണ് ജയിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്, അവിടെ എങ്ങനെ BJP ജയിക്കുന്നു? 2009 മുതൽ, 2009 സെൻട്രൽ BJP ഇല്ല. എനിക്ക് തോന്നുന്നു 2014 തന്നെയല്ലേ BJP വന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന കാര്യമാണ്. 2009 BJP ഇല്ല. ആ 2009 മുതൽ BJP ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ബാംഗ്ലൂർ സെൻട്രൽ. ഇവിടെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മളൊക്കെ കണ്ണും പൂട്ടി ബാംഗ്ലൂർ ജയിക്കുന്ന മണ്ഡലം ഏതാ എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയും. ഇനി ധനുഷിന് ഓർമ്മയുണ്ടാകും, നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം മുമ്പ് വാർത്ത ചെയ്തിരുന്നു, ബാംഗ്ലൂർ സെൻട്രൽ S ജയശങ്കർ മത്സരിക്കും എന്നുള്ളത്. നമുക്കറിയാം S ജയശങ്കർ പൊളിറ്റീഷ്യൻ അല്ല, പകരം നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ്. അപ്പം വിദേശകാര്യമന്ത്രി പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരാൾക്ക് ജയിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ബാംഗ്ലൂർ സെൻട്രൽ ആണ് എന്ന് BJP കണ്ണും പൂട്ടി പറയുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള മണ്ഡലമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് തങ്ങൾ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 തങ്ങൾക്കാണ് മെജോറിറ്റി, ഒരിടത്തുനിന്ന് മാത്രമാണ് വോട്ട് അധികം കിട്ടി പിന്നെ BJP ജയിച്ചതെന്ന്. അങ്ങനെയല്ല സാധാരണ. മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലും പ്രശ്നമില്ല, ഒരു സ്ഥലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ?
അതെ അതെ അതെ, ഒരു സ്ഥലത്തേക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ ഉം. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. എന്നിട്ട് ഇദ്ദേഹം ചില പേരുകൾ പറഞ്ഞു, ഒരു ശ്രീവാസ്തവയുടെ പേര് പറഞ്ഞു, ഒരു ശുക്ലയുടെ പേര് പറഞ്ഞു. ഈ പേരൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ തന്നെ പറഞ്ഞു ഇവർക്ക് ഈ ശ്രീവാസ്തവയ്ക്ക് മഹാരാഷ്ട്ര വോട്ടുണ്ട്, ശുക്ലയ്ക്ക് യുപിയിലുണ്ട്. ഇപ്പൊ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്മാരോട് പറഞ്ഞു വൃത്തിയോട് പറയരുത്, ഇവിടെ അങ്ങ് വോട്ടില്ല, അങ്ങനെ വോട്ടുള്ളത് ബാംഗ്ലൂരിൽ മാത്രമാണ് അയാൾക്ക് വോട്ടുള്ളത്, അവിടെ മാത്രമാണ് വോട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞ ഒരു പേര് അങ്ങനെ പൊളിഞ്ഞു പോയി. പിന്നെ ഇദ്ദേഹം പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഡേറ്റകൾ ഞാൻ 6 മാസം എടുത്തു പരിശോധിക്കാൻ, അതിനുശേഷമാണ് വരുന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ ഒരു ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് അത് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട ചുമതല ആ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? അവർ മാന്യമായി തന്നെയാണ് പറഞ്ഞത്. കാരണം രാഹുൽ ഗാന്ധി അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു അഫിഡവിറ്റ് തരൂ, നിങ്ങളൊരു സത്യവാങ്മൂലം തരൂ, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും ഞാൻ ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം സത്യമാണ് എന്നുള്ളതും നിങ്ങളൊരു അഫിഡവിറ്റ് തരൂ. കാരണം ഒരു ജനപ്രതിനിധിക്ക് എന്തേ അത് കൊടുക്കാൻ ഇത്ര മടി? അങ്ങനെ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും രാഹുലിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, 1950 ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ച് അതിലെ 31-ാം സെഷൻ അനുസരിച്ചിട്ട് ഇത് കണക്ക് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നവരും ശിക്ഷാർഹരാണ്, ശിക്ഷയ്ക്ക് വിധേയരാകും. അപ്പൊ അഫിഡവിറ്റ് കൊടുത്താൽ കുറച്ചുകൂടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇന്നിപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ സ്റ്റേറ്റ്മെന്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ANI ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവരിതിൽ പറയുന്ന ഒരു കാര്യം, ഒന്നുകിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഫിഡവിറ്റ് തരിക, ഞങ്ങൾ അന്വേഷിക്കാം, അഫിഡവിറ്റ് തരൂ നമുക്ക്. കാരണം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഈ പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണമല്ലല്ലോ. ഈ പാർട്ടികളെല്ലാം ഉം. ഇതിനു മുമ്പ് EVM-നെതിരെ ഭയങ്കരമായ ആരോപണം ഉന്നയിച്ചു. അന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്തത്? 2 മാസക്കാലം സമയം കൊടുത്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ടെക്നീഷ്യൻസിനെയോ ആരെ വേണം നിങ്ങൾക്ക് കൊണ്ടുവരാം, നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരെണ്ണം പോയില്ലല്ലോ, പോയോ? പോയില്ല. അപ്പം അതെ അതെ. ഈ രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇനി മറ്റൊരു ആരോപണമായിരുന്നു അദ്ദേഹത്തിന്റെ. നോക്കൂ, നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേയും പറഞ്ഞു, പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന BJP-ക്കാരായിരിക്കും. കാരണം സർവേ മൂലം തോറ്റു തുന്നം പാടിയ ഒരു പാർട്ടിയാണ് BJP. കാരണം BJP-ക്ക് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സർവേ പറഞ്ഞത്? 450 സീറ്റ് കിട്ടും, 500 സീറ്റ് കിട്ടും, 700 സീറ്റ് കിട്ടും, അങ്ങനെ 1000 സീറ്റ് അതെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ആ പാവം പിടിച്ചങ്ങൾ കഷ്ടിമുട്ടിയാണ് ജയിച്ച് ഭരിക്കുന്നത്. അപ്പൊ സർവേയിലൊന്നും വലിയ കാര്യമല്ല. കാരണം സർവേ നടത്തുന്നവരൊക്കെ അമ്പയെ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. UP-യിൽ പോലും BJP തകർന്നടിയുന്നത് ഒരു സർവേയും പ്രവചിച്ചിരുന്നില്ല. കേരളത്തിൽ BJP-ക്ക് ഒരു സീറ്റ് കിട്ടുമെന്ന് കേരളത്തിൽ ഒരു സർവേയും പറഞ്ഞില്ല. അപ്പൊ സർവേ വെച്ചിട്ടല്ല, ഇത് തോക്കുന്നവന്റെ വെപ്രാളം എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഉം. EVM-നെ കുറിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. EVM-നെ കുറിച്ച് ഈ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ EVM-നെതിരെ രക്തരൂക്ഷത സമരം നടത്തിയിട്ടുള്ള പാർട്ടി BJP-യാണ്. കാരണം ഇതേ ഉം. മാനസികാവസ്ഥയായിരുന്നു BJP-ക്ക്. ഉം. 2014 മുമ്പ് വരെ എല്ലാ തെരഞ്ഞെടുപ്പിലും പിന്നെ കോൺഗ്രസ് ജയിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും BJP-ക്ക് ഞങ്ങൾ ജയിക്കുന്നില്ല, ഇതെന്തോ പണിയുണ്ട് ഇതിനകത്ത്, EVM ഹാക്ക് ചെയ്തിട്ടാണ് എന്നുള്ള ആദ്യ തിയറി കൊണ്ടിരുന്നത് BJP-ക്കാരാ. ആ BJP-ക്കാരാണ് ഇത് ശരി. പറയുന്നത്. ഇതിനകത്ത് തിരിമറിയുണ്ട്, ഹാക്കിംഗ് നടത്തുന്നുണ്ട്, ഇത് ഇന്ന് ഇറ്റലിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടാണ് ഇത് നടത്തുന്നത് എന്നൊക്കെയാണ് അന്ന് അവർ ആരോപിച്ചത്. ഇവർ നടത്തുന്ന സമരം പോലെ ആയിരുന്നില്ല. അവർ പിക്കറ്റിങ്, ലാത്തി ചാർജ് നടന്നിട്ടുണ്ട്, കണ്ണീർ വാതാപ്രയോഗം നടന്നിട്ടുണ്ട്, അങ്ങനെ കംപ്ലീറ്റ് നടന്നിട്ട് അവർ വലിയ രക്തരൂഷിതമായിട്ടൊരു സമരമാണ് അവർ നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ ചിരിക്കുന്നുണ്ടാവും, എടാ ദേ കോൺഗ്രസ്സുകാർ, അന്ന് കോൺഗ്രസ്സുകാർ നഖശികാന്ത എതിർത്ത കോൺഗ്രസ് പറഞ്ഞു ഉം. ഇങ്ങനെ പറയരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ കോൺഗ്രസ് തോറ്റു തുടങ്ങിയപ്പോൾ അവരും പറഞ്ഞു. തോൽവി പറ്റുന്നവർ സ്വാഭാവികമായി പറയുന്നത്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം. ഇതിപ്പോ രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല ഈ ആരോപണങ്ങൾ കൊണ്ട് വരുന്നത്. മുമ്പ് റഫേൽ പിന്നെ വിമാനാപകടത്തിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞൊരു വലിയ ആരോപണം കൊണ്ടാണ്. എനിക്കത് ഉം. കഴിഞ്ഞ ഇലക്ഷൻ ടൈമിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2019 ആ കാലഘട്ടത്തിലാണ് ഇത് കൊണ്ടിരുന്നത്. അവിടെ കോടതി ഉം. ഉം. ചെന്നപ്പോൾ കോടതി വെച്ച് ഇതിന്റെ തെളിവ് എന്തെന്ന് വെച്ചപ്പോൾ എവിടുന്നോ കയറിക്കൊണ്ട് വന്ന 3-4 ഡയറിയുടെ പേജ് എടുത്ത് കാണിച്ച്. എന്നാൽ ഇതിനു മുമ്പ് ഈ ഉം. പേജും കൊണ്ട് വേറൊരു ടീം അവിടെ പോയിരുന്നു, പ്രശാന്ത് ഭൂഷൺ എന്ന് പറയും, ആം ആദ്മി പാർട്ടിയുടെ ആളായിരുന്നു. പുള്ളി ഭയങ്കര ഒരു അഡ്വക്കറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓടിച്ചതിന്റെ പിന്നാലാണ് രാഹുൽ ഗാന്ധി അല്ലെന്ന്. എന്നാൽ ഈ കീറ പേപ്പർ കൊണ്ട് ഇനിയുടെ മേലെ വന്നു പോരുത്, കോടതിക്ക് ഒരു ഉം. വിലയേറിയ ടൈമുണ്ട്, ഇവിടെ പരിസരത്ത് കണ്ടുപോകുന്നത് അന്ന് ഓടിച്ചു വിട്ടതാ. പിന്നെ ഈ മോദി എന്ന് വിളിച്ച് ഒന്ന് കോടതി കയറി മാപ്പ് പറഞ്ഞിറങ്ങി. പിന്നെ ഉം. ഇപ്പൊ സവർക്കറെ കുറിച്ച് പറയുന്നില്ല, കാരണം അതിന്റെ പല പല കോടതികൾ വിളിച്ച് വാൺ ചെയ്ത് വിട്ടു. അതായത് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇപ്പോഴിത് കൊണ്ടുവരുന്നതിന്റെ ഉം. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും സംശയം തോന്നുന്നത്, ഈ ഉം. ട്രംപ് ന്റെ ഒരു അണിയറ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇങ്ങനെ ബാലിശ്യമായ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് നിൽക്കുന്നത്? ഇതെങ്ങും ഉം. വേശാൻ പോകുന്നില്ല, കാരണം ജനത്തിന് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ അറിയാം. പിന്നെ ഡബിളിങ് നമ്മുടെ ഈ ജനാധിപത്യ ഈ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഡബിളിങ് ഉണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഒരു ബൂത്തിൽ തന്നെ ഒരു വോട്ടർക്ക് ആ ഉം. ഒരു ബൂത്തിൽ തന്നെ അനവധി വോട്ടുകൾ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പോളിംഗ് ബൂത്തും പോളിംഗ് ഏജന്റുമാരും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളതാണല്ലോ. കാരണം കോൺഗ്രസിന് ഉം. ശക്തിയുള്ള മണ്ഡലം കൂടിയാണ് അവിടെ. അപ്പൊ അത് തിരിച്ചറിയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. അതിനകത്തൊന്നും എനിക്ക് രണ്ട് അഭിപ്രായമൊന്നുമില്ല.
അത് നമ്മൾ ബീഹാറിൽ ഇപ്പൊ കണ്ടതല്ലേ. ഇപ്പൊ എത്ര ലക്ഷം പേര്, 65 ലക്ഷം പേര് എന്തുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളിംഗ് ഉണ്ട്, സ്ഥലം ഉം. മാറിപ്പോയവരുണ്ട്, മരിച്ചു പോയവരുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇത് കടന്നുകൂടുന്നതാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാരണം വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിനെതിരെ ഇപ്പൊ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വരും, സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പ് മുമ്പിൽ. ഇത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്നപ്പോ ഈ പ്രശ്നമില്ലായിരുന്നു അവിടെ. അതെ അവിടെ അതെ അതെ. സുന്ദരമായിട്ട് കുഴപ്പമില്ല. അത് ഞങ്ങൾ ജയിക്കുന്നിടത്ത് കുഴപ്പമില്ല, നിങ്ങൾ ജയിക്കുന്നിടത്ത് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നിടത്താണ് തെറ്റ്. പക്ഷെ ഇതിപ്പോ രാഹുൽ ഗാന്ധിയുടെ ആരോപണം അങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമേ ഇല്ല. തെരഞ്ഞെടുപ്പ് ഉം. കമ്മീഷൻ അത് തള്ളിക്കളയുകയും ചെയ്യരുത്. പകരം അദ്ദേഹം അഫിഡവിറ്റ് തരട്ടെ, അതിന്റെ ബാക്കി തെളിവുകളിട്ട് പോട്ടെ. ഈ രാജ്യത്തിന് അറിയാനത് ആഗ്രഹമുണ്ട് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിനകത്ത്. എന്തുകൊണ്ടാണ് ഉം. രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് കൊടുക്കാൻ മടിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിയെ വാനോളം ഉയർത്തുന്ന ഒരു പത്രം പോലും അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായ കാര്യം. അത് കൊടുക്കുന്നില്ല അവര്. സാധാരണ ഒരു ഇതാണ്, ഒന്ന് എഴുതി തന്നാൽ എന്താണ് പ്രശ്നം? ശരി, ഞങ്ങളിത് അന്വേഷിക്കാം, ഈ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ എന്താണ് രാഹുൽ ഗാന്ധിക്ക് മടി? അല്ലാതെ ഈ വാച്ചപ്പിള അടിച്ചാൽ പോരല്ലോ. അവിടെ ഇവിടെ റാലി നടത്തുകയും പിന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഇങ്ങനെ അത് കുറെ നാളായിട്ട് എഴുതാൻ തുടങ്ങി. 2014 തൊട്ട് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ട്രംപിന് വന്നത്. അപ്പൊ താരിഫ് വന്നു, അതുകൊണ്ട് ഇനി ഇന്ത്യ തകർന്ന് തരിപ്പണമായി, പട്ടിണിയായി, പരിഭവമായി എന്നൊക്കെ എഴുതി എഴുതി അതൊന്നും ഇവിടെ അത്തരം മാധ്യമ വാർത്തകൾക്കൊന്നും ഇനി ഈ രാജ്യത്ത് വലിയ സ്കോപ്പില്ല. കാരണം അതിന് അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു. അവരെക്കാൾ സത്യം പുറത്തു വിട്ടിരുന്ന അനവധി മാധ്യമങ്ങൾ, ഒരുപക്ഷെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് അതിനെ വിളിച്ചാലും തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ഒരു വശം മാത്രം പോരല്ലോ, എല്ലാ വശങ്ങളും വേണ്ടേ. നിഷ്പക്ഷം എന്നൊരു ഒരു പക്ഷമേ ഇല്ല ഒരു അല്ല, രംഗത്തും ഇല്ല. രാഹുൽ ഗാന്ധി ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഇതിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദിത്യ ശ്രീവാസ്തവ എന്ന വോട്ടർക്ക് ലഖ്നൌവിലും മഹാരാഷ്ട്രയിലും വോട്ടുണ്ട് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതിൽ ഇപ്പോൾ ഏറ്റവും വലുതായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോ നിലവിൽ ആജ് തക് എന്ന് പറയുന്ന ആ, നമ്മുടെ ഹിന്ദിയിലെ മനോരമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, രാഹുൽ ഗാന്ധിയുടെ ഈ ക്ലെയിം ആജ് തക് ശ്രീവാസ്തവ അവിടെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു എപ്പിക് ഫ്രോഡ് ആണെന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ആജ് തക് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, ഈ ക്ലെയിം ഫോൾസ് ആണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ വാദമായിരുന്നു, അത് ചീറ്റിപ്പോയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ. അതല്ല ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഈ അതെ അതെ ശ്രീവാസ്തവയുടെ അതെ. പേര് ഇലക്ഷൻ കമ്മീഷൻ പുറത്ത് വിട്ട്, അത് അതെ. ലക്നൌവിലെ ഇലക്ഷൻ കമ്മീഷനാണെന്ന്. ഇവിടെ ഒന്നും അങ്ങനെ ഒരു മനുഷ്യനൊന്നും ഇല്ല. അത് കർണാടകത്തിൽ പോയി തിരക്കാം, അവിടെ കാണുമെന്ന്. അവിടെ ഉണ്ട്. മഹാരാഷ്ട്രയിലില്ല, ഇവിടെ ഉണ്ട്. ചുമ്മാ വായി വരുന്ന വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇനി ഇതാ ഞാൻ പറഞ്ഞത്, എക്കും പൊക്കും ഇല്ലാത്ത, അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ താരിഫിന് മുമ്പ് ഒരു യുദ്ധം ഒരു സമരം പ്ലാൻ ചെയ്താണ് ഇറയിൽ, അത് ചീറ്റി. ഇനിയിപ്പോ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ട്രംപ് പല രീതിയിലുള്ള പ്രഷർ കൊടുക്കും. ഇപ്പൊ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണമല്ലോ. നിലവിൽ മോദിക്കെതിരെ ഉയർത്തുവാൻ ഒരു ആരോപണമോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ ചുമ്മാ എങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉയർത്തുക. ഇത് കണ്ടോണം ധനുഷ്, ഒരു 3-4 ഉം. ദിവസം ഈ രാജ്യത്ത് ഈ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും കുറെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടത്തും. ഇനിയിപ്പോ ചോദിക്കും ചിലരൊക്കെ, എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞ അന്വേഷിച്ചിവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ 2500 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരുടെ നേതാക്കന്മാർ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ആ പണി നിർത്തിയിട്ട് ഈ പണിക്ക് പോകേണ്ടി വരും. ഇവർ ഈ പറയുന്ന ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ഉം. 2500 ഉം. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കൊമ്പുള്ളൂ? അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊമ്പുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, 2500 പാർട്ടിയുടെ നേതാക്കന്മാരും ഡെയിലി ഇരുന്ന് ഓരോ പ്രസ്താവന നടത്തി കഴിഞ്ഞ അവസ്ഥ എന്താ? കാര്യമുണ്ടെങ്കിൽ, അത് രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെങ്കിൽ, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം അന്തസ്സോടെ ചെയ്യേണ്ട പണി ഒരു ഉം. അഫിഡവിറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് കരുതുന്നു, അതുകൊണ്ട് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് വരുത്തണമെന്ന്. പക്ഷെ എന്താ പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഉയർത്തിയ വ്യാജ ആരോപണമാണെങ്കിൽ 1950 ജനപ്രാതിനിധ്യം അനുസരിച്ച് 31 സെഷൻ അനുസരിച്ചിട്ട് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ ഈ ആറ്റുനോറ്റ് കിട്ടിയ ആ MP സ്ഥാനം പോകേണ്ടി വരും, പഴയ അവസ്ഥയിലേക്ക് എത്തേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. അങ്ങനെ ഈ രാഹുൽ ഗാന്ധി വാനോളം പൂഴ്ത്തുന്ന ഈ മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, എന്തുകൊണ്ട് നിങ്ങൾ ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നില്ല? ഒരു സ്വത്ത് എഴുതി കൊടുക്കാനല്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ആണോ? അതെ അതെ അതെ. അല്ല, അതെ. നിങ്ങൾ നിങ്ങളുടെ പേപ്പറിലൊന്ന് ഒരു എഴുതിത്താ, അഫിഡവിറ്റ് നിങ്ങളുടെ ആരോപണം പേപ്പറിൽ പേപ്പറിലൊന്ന് എഴുതിത്ത, എഴുതിത്താ, അത്രേ നിങ്ങൾ ഉള്ളൂ. എഴുതിത്ത. കാരണം രാഹുൽ ഗാന്ധിയാണ് നിന്നിപ്പോ മലക്കം പറയുന്ന ഒരു ടീമാണ്. ട്രംപ് കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ അതെ. പറയുന്നതല്ല, പിന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വലിയ സംഭവം ഉണ്ട്. അണിയറയിൽ ഒരുങ്ങി വെച്ചിരുന്ന സമരം ഇതല്ലായിരുന്നു. ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ട്രംപ് പ്രോഡക്റ്റ് താരിഫിന്റെ തന്നെയാണ് മുമ്പ് ഈ രാഹുൽ ഗാന്ധി. ആ ഈ അണിയറയിൽ ഒരുക്കി വെച്ചിരുന്ന ഇതായിരുന്നില്ല. താരിഫ് ഇനി എന്തെങ്കിലും തരത്തിലൊരു കരാർ അമേരിക്കയുമായിട്ട് വന്നാൽ ഇവിടെ വലിയ രീതിയിലുള്ള കർഷക പ്രക്ഷോഭം ഉണ്ടാക്കുക. അത് ചീറ്റിയെന്ന് തോന്നിയപ്പോഴാണ് പലയിടത്തും സംഘർഷം നടക്കുന്നു, മതസംഘർഷം നടക്കുന്നു, ജാതി സംഘർഷം നടക്കുന്നു എന്നുള്ള വാർത്തകൾ നിറഞ്ഞു. ഇപ്പോഴിതതിന്റെ തൊട്ട് പിന്നാലെ ഒരു ബോംബ് പൊട്ടിക്കുന്നതാണ് രാഹുൽ ഗാന്ധി. ഇത് ബോംബ് പോയിട്ട് ഓലപ്പടക്കം പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം ഉം. പറഞ്ഞ ഉം. രണ്ടുപേരും അല്ലെന്ന് ഇന്നലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ആരോപണമാണ്, അത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പോകണം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതി സമീപിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതി കേസ് എടുത്തിട്ട് അവർ പറയാം ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്യാൻ പറയും. സുപ്രീം കോടതി പോയാലും തീർന്നില്ല കാര്യം.
സുപ്രീം അതെ. കോടതി പോയാലും ഇത് തന്നെ ആയിരിക്കും. അവരും ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് വിളിച്ചിട്ട് തെളിവെടുക്കില്ലേ, അവരുടെ ഡീറ്റെയിൽസ് കിട്ടില്ലേ? അവിടെയും ഇത് അതെ അതെ വ്യാജമാണെന്ന് അതെ. തെളിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? സ്വാഭാവികമായി അതാണ് ഞാൻ പറയുന്നത്. ഒരു ആരോപണം, ഒരു ബോംബ് ഇടുക, ബോംബ് ഇട്ടിട്ട് അത് എന്താണ് ഉദ്ദേശം എന്നുള്ളതല്ല, ഇട്ടിട്ട് ആ വഴി അങ്ങ് പോവുക. അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ തന്നെ ഉണ്ട്, ഈ രാജ്യം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഉം. എങ്ങനെയെങ്കിലും മോദി താഴെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതിൽ മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ ഉം. പാർട്ടികളുണ്ട്, ഉം. NGO-കളുണ്ട്. ആ ഒരു വലിയ വിഭാഗമാണ്. അവർക്ക് പവർ ഇല്ല ഈ രാജ്യത്ത് ഇപ്പോൾ, വളരെ ശുഷ്കമാണ്. അവരിപ്പോൾ അവശേഷിക്കുന്ന ചില തുരുത്തുകളിൽ ഒന്ന് മാത്രമാണ് കേരളം. ഈ ഉം. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ ഒരു ആരോപണത്തിന് വലിയൊരു ഇമ്പാക്ട് ഒന്നും ഞാൻ ഇതുവരെ നോക്കിയ നാഷണൽ മീഡിയാസിലൊന്നും കണ്ടില്ല. നാഷണൽ വാർത്ത മീഡിയാസിലല്ല, പക്ഷെ പോകുന്നുണ്ട്. കേരളത്തിലെ മീഡിയകൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കേരളത്തിൽ കേരളത്തിലെ മാത്രമേ ഉള്ളൂ, അത് മീഡിയാസിന് വേറെ ഇപ്പോഴും കാര്യം. അറിയാൻ മേലാതെ, കേരളത്തിലെ മീഡിയാസിന് ഇപ്പോഴും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയാണ് ഈ രാജ്യം പോകുന്നതെന്നും, ഞങ്ങൾ അതെ വിചാരിക്കുന്നവരെ ഈ അതെ. രാജ്യത്ത് അധികാരത്തിൽ വരത്തുള്ളൂന്നും, ഞങ്ങളാണ് ട്രംപും മോദിയും തമ്മിലുള്ള ആ താരിഫിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അബദ്ധ ധാരണയിലാണ് അവർ പോകുന്നത്. ഞാൻ പലപ്പോഴും അതെ അതെ. പറയാറുള്ളത്, ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, തെക്കിരുന്ന് നോക്കിയാൽ ഇന്ത്യ കാണാൻ കഴിയില്ല. ഈ തെക്കേ മൂലക്കിരുന്ന് നമ്മൾ വടക്കോട്ട് നോക്കിയാൽ ഇന്ത്യ കാണാൻ കഴിയില്ല. ഇന്ത്യ കാണണം, എന്നാൽ മാത്രമേ ഇന്ത്യയുടെ പൾസും കാര്യങ്ങളും അറിയത്തുള്ളൂ. ഇവിടെ ഇരുന്നിട്ട് ചുമ്മാതെ താങ്ങാണ് അമേരിക്കയുടെ ഇത് താരിഫ് വന്ന് ഇനി ഇന്ത്യ തെണ്ടും തൊലയും കുത്തുവാള എടുക്കും എന്നൊക്കെയാണ് ചില യൂട്യൂബർമാരിന്ന് താങ്ങുന്നത്. വലിയ മുതിർന്ന മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞു, എക്കും പൊക്കും അറിയത്തില്ല. ഇവിടെ ഇരുന്നിട്ട് ഈ താങ്ങൊക്കെയാണ് താങ്ങുന്നത്. ഒന്ന് ആദ്യം ഒരു കാര്യം ആലോചിക്കണം, ഇത് ഈ രാജ്യം എന്താണെന്നും ഈ രാജ്യത്തിന്റെ ഒരു പവർ എന്താണെന്നും. ശരിയാണ്, നഷ്ടം വരും, ഇല്ലെന്നുള്ളതല്ല, നഷ്ടം വരും എന്ന് കരുതി ഇപ്പം അമേരിക്കയെ വെല്ലുവിളിച്ച് ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അടുത്ത ഉദാഹരണം പറഞ്ഞാൽ ഇറാൻ ഇപ്പൊ അങ്ങോട്ട് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതാ. ഉം. അവിടെ ഉം. അത് തകർക്കും ഇതടക്കം ഖമേനി എവിടെ ഉണ്ടെന്നറിയാൻ എപ്പോഴും സംശയമുണ്ട്. അവിടെ കൃത്യമായ ആണവ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയാണ് ഇയാളെയും ബോംബിട്ടിട്ടുള്ളതെന്ന്, ഈ ട്രംപ് ബോംബിട്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അവർ പറഞ്ഞ് ഞങ്ങളുടെ ഡെമ്മിയാണ്, അവിടെ സാധനമൊക്കെ ഞങ്ങൾ നേരത്തെ മാറ്റിയിരുന്നു എന്നാണ് പറഞ്ഞത്, എന്നാണ് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും തീർക്കാൻ പറ്റുന്നില്ല. നിസ്സാരമായുള്ള ഗസയിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഇതും കേട്ടിട്ടാണ് എന്നിട്ട് അമേരിക്ക വെല്ലുവിളിച്ച് ഇത്രയും കാലം മുമ്പോട്ട് പോയില്ലേ. അവർ ആണവ ശക്തിയാകാൻ ആഴ്ചകൾ മാത്രം കൊണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ അത്രത്തോളം അവർ മുൻപോട്ട് പോയില്ലേ. എത്രയോ രാജ്യങ്ങൾ, വെനസ്വലയില്ലേ, ഇപ്പൊ വെനസ്വലയുടെ പ്രസിഡന്റ് തലയ്ക്ക് 400 കോടി രൂപ പറഞ്ഞിരിക്കുകയാണ് അയാളെ ഇത് ഉം. പിടിക്കാനായിട്ട്. ഉം. പിന്നെ ക്യൂബയില്ലേ, എത്രയോ രാജ്യങ്ങളുണ്ട് അവരെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുന്നത്. ചൈനയില്ലേ, ഉണ്ട്, ഒരുപാട് അതെ അതെ രാജ്യങ്ങളുണ്ട്. അതെ. റഷ്യയില്ല, ഒരുപാട് രാജ്യം. അപ്പം അങ്ങനൊന്നുമല്ല, അത് തെറ്റായ ധാരണ. അത് ഇന്ത്യ പണ്ട് തൊട്ടേ അത് വകവെച്ച് കൊടുത്തിട്ടുമില്ല, ഇനിയിട്ട് വകവെക്കാൻ പോകുന്നത്. അപ്പൊ അതും ഇതും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് പിന്നെ ഓക്കെ. എന്താണ്, അവിടെ സംഘർഷം, ഇവിടെ സംഘർഷം, ഇവിടെ മതപരിവർത്തന സംഘർഷം, അവിടെ മതത്തിന് അനുകൂല സംഘർഷം, അത് കുറെ മീഡിയാസിൽ വാർത്ത കൊണ്ടുവരികയാണ്. അതായത് ഈ രാജ്യത്തിനെ ഒരു അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. അതിന്റെ ഉം. ഭാഗമായിട്ട് മാത്രം അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഇത് എങ്ങും നമ്മൾ പറയുന്നത് ഉള്ളി പൊളിക്കുന്നത് പോലെ വരാൻ 101% സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു ഉം. ഉം. കഴമ്പുമില്ല. കുറെ മാധ്യമങ്ങൾ 2 ദിവസം ചർച്ച ചെയ്യും. സത്യത്തിൽ ഈ ചർച്ച ഇന്ന് എടുക്കുന്നതിനോട് പോലും എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു സാധനം, യാതൊരു കഴമ്പുമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിട്ട്. പിന്നെ ഇതിപ്പോ നമ്മുടെ സംസ്ഥാനം ഒരുപാട് ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താതെ പോകരുത്. അതെ കാരണം അതെ. ഇതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഇതിനകത്ത് പ്രധാന ഇമ്പോർട്ടന്റ്. കാരണം ഇതിന്റെ പിന്നിൽ ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നു, ഈ രാജ്യത്തെ താറടിച്ച് കാണിക്കാനും ഈ രാജ്യത്തിന്റെ ആ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കാനും. ഇല്ലെങ്കിൽ ജനം ഉം. എങ്ങനെങ്കിലുമൊക്കെ ഇളകി ഒരു കലാപം ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ ഒരു വലിയ സ്ട്രൈക്കിലേക്ക് ജനം പോകുമോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആണ്. കാരണം അണിയറയിൽ ഒരുക്കി വെച്ച സാധനം ചീറ്റിപ്പോയി, ഇനിയിപ്പോ അടുത്തത് ഇതാണ് എടുക്കുന്നത്. അവിടെ മോദി സ്കോർ ചെയ്തു, കർഷകരുടെ മിശിഹായിട്ട് പുള്ളി മാറി. ഞാൻ ഒരു കാരണവശാലും കർഷക ദ്രോഹം ചെയ്യില്ല, ഒരാളെ പോലും ഞാൻ ഇങ്ങോട്ട് ഉം. കേട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളി അവിടെ സ്കോർ ചെയ്തു. ഇപ്പൊ ഇതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന ഒരു കാര്യം. ഇതൊക്കെ ഇതിനു മുമ്പ് ഇല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് ഇതൊക്കെ മുമ്പ് കൊണ്ടുവരാഞ്ഞത്? 45 ദിവസം ഉണ്ടായിട്ട് എന്തേ കൊണ്ടുവരാഞ്ഞത്? 45 ദിവസം കഴിഞ്ഞിട്ട് ഇതിന് ശേഷം എന്തേ ഈ ഒരു ആരോപണം കൊണ്ടുവരാഞ്ഞത്? 2009 മുതൽ ജയിക്കുന്ന ഒരു സ്ഥലമല്ലേ. ഈ ഉം. ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമയം തെരഞ്ഞെടുത്തത് ഇത്തരം വാർത്തകൾക്ക്? അതാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ്. ഇത്ര നാൾ കഴിഞ്ഞില്ലേ, വർഷം ഒന്ന് കഴിഞ്ഞില്ലേ? ഇതാണ് ഇതിനകത്തൊരു കാര്യം. ഞാൻ 6 മാസം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് പറ, എന്നിട്ടൊരു അഫിഡവിറ്റ് കൊടുക്ക്. അവരതല്ലേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ സ്വത്ത് എഴുതി കൊടുക്കണമെന്ന് അവർ പറഞ്ഞു ഇല്ലല്ലോ. അതെ അതെ അതെ. ഇതൊക്കെയാണ്. അപ്പൊ ഇത് നമ്മൾ പൊളിച്ചെടുക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. ഒരു മാധ്യമ സ്ഥാപനം എന്നതിൽ നമ്മുടെ ബാധ്യത കൂടിയാണ്. കാരണം നമ്മളെ വിശ്വസിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അവർക്ക് മുമ്പിലെങ്കിലും നമ്മൾ ഇതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുക. കാരണം ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. ഇത് ഓക്കെ. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല, മുമ്പോട്ട് തുടരുക തന്നെ ചെയ്യും.